ഹായ്, അപ്പം ഇന്ന് ആദ്യത്തെ ലഞ്ച് ബോക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസ് ആട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുകിട്ട് പുട്ടുകടലിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് ഒന്നിൽ പൊടിയായിട്ട് അരിയുക അല്ലെങ്കിൽ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഞാനിപ്പോൾ ഇവിടെ സാധാ നമ്മൾ വേവിച്ച അരിയാണ് എടുക്കുന്നത്. ബസ്മതി റൈസൊക്കെ ചേർക്കുകയാണെങ്കിൽ ഉപ്പ് നമ്മൾ അരി വേവിക്കുമ്പോൾ ചേർക്കും, അതനുസരിച്ചിട്ട് ഇവിടെ ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടി, അത് കുഞ്ഞിനായതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. ഒരു ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്നില്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി നല്ലോണം പേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് മൂടി വെച്ചിട്ട് നമുക്ക് ആ തക്കാളിയുടെ പച്ചപ്പ് മാറണ വരെ വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ ചോറിലും നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളപ്പോൾ അത് പച്ചപ്പ് മാറി കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരിത്തിരി ടേസ്റ്റിനായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിയായി കഴിഞ്ഞാൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളുടെ റൈസ് റെഡിയായി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സ്. ലഞ്ചിലേക്ക് ഞാൻ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡായിട്ട് ഞാൻ പുളിയില്ലാത്ത തൈരിലേക്ക് സവാള ഇട്ടിട്ട് ഒരു സാലഡ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ക്യാരറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൊടിയായിട്ട് അരിഞ്ഞ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആദ്യയുടെ ലഞ്ചെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ലഞ്ചെന്ന് കമൻറ്റ് ചെയ്യണേ. ലഞ്ച് ബോക്സ് ഐഡിയാസും കമൻറ്റ് ചെയ്യണേ. പിന്നെ സ്നാക്സിനായിട്ട് ഞാൻ കോക്കനട്ടിൻ്റെ 2-3 കുക്കീസും ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു കുക്കിയും കൂടിയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആദ്യയുടെ ലഞ്ച് ബോക്സ്.